ഫെബ്രുവരി ആദ്യവാരം കശുവണ്ടി വിപണി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും കർഷകരും. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. തിരുവനന്തപുരം അരുവിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പൂവച്ചൽ ഗവൺമെന്റ് UP സ്കൂളിനും പുതിയ കെട്ടിടങ്ങൾ വരുന്നു. കിഫ്ബി കില ഫണ്ടുകളുടെ സഹായത്തോടെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം G. സ്റ്റീഫൻ MLA നിർവഹിച്ചു. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, അറബി, പദ്യം ചൊല്ലൽ എന്നീ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടി പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. 1ാം സ്ഥാനം നേടിയതോടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്കൂൾ അർഹത നേടി. തിരുവനന്തപുരം അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിലെ ആദിവാസികൾ ശബരിമലയിലേക്ക്. 143 ആദിവാസികളാണ് ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. ഇവരുടെ കെട്ടുനിറക്കൽ ചടങ്ങ് കോട്ടൂർ മുണ്ടനേമാടൻ ക്ഷേത്രത്തിൽ നടന്നു. പാലക്കാട് പഴയന്നൂർ പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. കൂലി ലഭിക്കാത്തതിനാൽ 30ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൃഷിസ്ഥലം മാറിയിട്ടും കാട്ടാനശല്യം വിടാതെ പിന്തുടർന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിയിലാണ് തൃശൂർ മറ്റത്തൂരിലെ ഒരു കർഷകൻ. കാട്ടാനശല്യം മൂലം ഇഞ്ചക്കുണ്ട് പരുത്തുപാറയിലെ തന്റെ കൃഷി ഉപേക്ഷിച്ച്